ഔ ഹാല ബൈനഹുമാ ഹൈലുൻ ഫീഹി ബാബുൻ നാഫിദുൻ. ഔ ഹാല മറയാക്കിയ മറവിണാൽ ബൈനഹുമാ ഇമാമിന്റെയോ അല്ലെങ്കിൽ സഫിന്റെയും ഇടയിൽ ഹൈലുൻ. ഹാല എന്ന് പറയുമ്പോ ഇസ്മു ഫായില് വേറെ വേണ്ടേ? ഹൈലുൻ ഫീഹി ബാബുൻ നാഫിദുൻ. ആ ഹൈലിൽ എന്തുണ്ട്? അങ്ങനെ സങ്കല്പിക്കണം. ബാബുൻ നാഫിദായ പിന്നെ എങ്ങനെ ഹൈലാകല് എന്ന് പറഞ്ഞിട്ട് കയർത്ത് കയറുന്നുണ്ട്. ഹാലാന്ന് ഇപ്പൊ കിട്ടുന്നു. ബാബുൻ നാഫിദായാൽ ഹാല അല്ലാണ്ടല്ലേ വെത്ത്. അപ്പൊ അർത്ഥം വെക്കാൻ കഴിയാണ്ടാവും. അന്നേരം ഹാല ഹായിലുള്ളതോടുകൂടി അതിന്റെ ഒരു മൂലക്ക് എന്തുണ്ട്? ബാബുൻ നാഫിദ് ഉണ്ട്. അപ്പൊ ഹാലയായി ബാബുൻ നാഫിദായില്ലേ? എന്നാൽ വഖഫ മുഖാബിലഹു, വഖഫ നിന്നുകൊള്ളണം ഇതിന്റെ നേരെ, ബാബുൻ നാഫിദിന്റെ നേരെ. വാഹിദുൻ യറാഹു അൽ മുഖ്തദി, ഇവനെ കാണും. ആര്? വയുംകിനുഹു അദ്ദഹാബു ഇലൈഹി. വഖഫ മുഖാബിലഹു വാഹിദ് ഔ അക്സറു യറാഹു അൽ യറാഹു അൽ മുഖ്തദി വയുംകിനുഹു അദ്ദഹാബു ഇലൈഹി. വയുംകിനുഹു മുഖ്തദിക്ക് ഇംകാനുണ്ട്. അദ്ദഹാബു ഇലൈഹി വാഹിദിനെ അക്സറിനെ. അപ്പൊ ഈ നിൽക്കുന്നാക്കോ? നിൽക്കുന്നാക്ക് ഏതായാലും കഴിയുമല്ല. കൊണ്ടല്ലേ നാഫിദായത്. അല്ല നിൽക്കുന്ന ആൾ ഇമാമിലേക്ക് നടന്നെത്താൻ കഴിയണ്ടേ? അത് പറയണ്ടില്ലല്ലോ. അതുകൊണ്ട് അത് ഉണ്ടെങ്കിലല്ലേ നാഫിദ് എന്ന് പറയുള്ളൂ. അല്ലേ നാഫിദാവോ? കമാതക്കറിനാവൂ വഹാദൽ വാഖിഫു ബിഇസാഇൽ മൻഫദി. ഈ ദ്വാരത്തിന്റെ നേരെ നിൽക്കുന്നുണ്ടല്ലോ, എല്ലാം അടച്ചുപൂട്ടിയ പള്ളിയെ അടച്ചുപൂട്ടിയിട്ട് ഉള്ളിലെ ബിൽഡിങ്ങിനാ ജമാഅത്ത് നടക്കുന്നു. ഒരു വാതില് മാത്രം തുറന്നിട്ടുണ്ട്. ആടെ ഒരാൾ നിൽക്കാം, ഒരാളെങ്കിലും മതി. എന്നാൽ ഈ അടുത്തും വലുത്ത് ഇങ്ങനെ ഉണ്ടല്ലോ, അവർ ഒന്നും കാണുന്നില്ല ഇതിന്റെ ഉള്ളിൽ എന്താണ്. ഓരെല്ലാം ആരെയാണ് ആശ്രയിക്കുന്നു? നിൽക്കുന്ന ആളെ. അയാളെ ബഹുമാനിക്കണം. ഈ ചുറ്റുഭാഗത്തുള്ള ഇമാം പോലെയാവും. കൽ ഇമാമി ബിന്നിസ്ബത്തി ലിമൻ ഖൽഫഹു. ആരെ സംബന്ധിച്ചിടത്തോളം ലിമൻ ഖൽഫഹു മാത്രമല്ലല്ല, ജമ്പിലുള്ള ആൾക്കും അങ്ങനെ തന്നെയല്ലേ. ലിമൻ ഖൽഫഹു മാത്രം ഇങ്ങനെ പറയാൻ പറ്റുമോ? ബാക്കിയുള്ളവർക്ക് എന്തായിരിക്കും? ഇവനെ കണ്ടിട്ടാണ്, ഇവൻ പോകുന്ന റൂട്ടിലാണ് അവരെല്ലാം നീങ്ങുന്നത്. അകത്തെന്താ നടക്കുന്നതെന്ന് ഇവർ അറിയുന്നില്ല. ഫലാ യതഖദ്ദമു അലൈഹി ബിൽ ഇഹ്റാം. ഇവൻ കൈ കെട്ടാത്ത കാലത്തോളം അവർ കെട്ടിക്കൂടാ. മൗഖിഫിൽ മുന്താൻ പാടില്ല. ഒന്നുന്നതിനേക്കാണ് കടന്നിട്ട് നിൽക്കാൻ പറ്റോ? ഫയദുറു അഹദുഹുമാ. ഈ രണ്ടിലൊന്നുകൊണ്ടുള്ള തഖദ്ദും ബുദ്ധിമുട്ടാക്കും. അഹദുഹുമാ അത്തഖദ്ദുമു ബിഅഹദിഹിമാ നത്തം. ഏതാമ കൊണ്ടോ പിന്നെ എന്തുകൊണ്ടാ മുന്താൻ പറ്റല്? അഫ്ആലിൽ വ്യത്യാസം വന്നോട്ടില്ലേ? അതിന് ഇവൻ സുജൂദ് നേരത്തെ ഇന്ന് പോലും മറ്റൊരു സ്റ്റാൻഡിങ്ങിൽ ഉണ്ട്. എത്ര അഫ്ആലിൽ മുന്തുന്നതിന് തെറ്റുണ്ടോ? അതിലും ചില ആള് നിൽക്കുന്നുണ്ട്. അഫ്ആലിൽ മുന്താൻ പാടില്ല എന്ന് അഭിപ്രായം ഉണ്ട്. വലായർക്കാവുന ഖബല റുക്കൂഇഹി മുഗ്നി വലാ യുസല്ലിമൂന ഖബല സലാമിഹി നിഹായ. അങ്ങനെയെല്ലാം പറഞ്ഞവരുണ്ട്. നമുക്ക് അങ്ങനത്തെ ഒരു കണക്കുമില്ല. പിന്നെ നോക്കിയാ മതി. ലിഅന്നഹു ലൈസ ബിഇമാമിൻ ഹഖീഖത്തൻ. എന്തുകൊണ്ട് അഫ്ആലിൽ മുന്തുന്നതിന് തെറ്റില്ല? ഹഖീഖത്തൻ ഇമാമൊന്നുമല്ല. വമിൻ സമ്മ ഇത്തജഹ ജവാസു കൗനിഹി ഇംറാത്ത്. ഈ വാതിലിന് നേരെ നമുക്ക് ഉള്ളിൽ എന്താ നടക്കുന്നത് പറഞ്ഞാലല്ലേ മുറാദുള്ളൂ. അതുകൊണ്ട് ഇമാമത്തിന് പറ്റിയ ആളായിരിക്കണം അങ്ങനെയില്ല. ബേക്കിലെല്ലാം പുരുഷന്മാർ.
ഇങ്ങനെ പെട്ടുപോയി. നാഫിദിൽ പെണ്ണായി. ആ അകത്തുള്ള എല്ലാം കാണുന്നതായി പെണ്ണാണ്. ആ പ്രശ്നം. അവർ വിചാരിച്ചാൽ ഇമാമിലേക്ക് എത്താനും കഴിയും. പെണ്ണായത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാ? പെണ്ണാകാൻ പാടില്ല എന്നും ചില ആൾ പറഞ്ഞിട്ടുണ്ട്. ദൂരത്തക്കത്തുമീലെന്ന് പറഞ്ഞിട്ട് ഖിലാഫല്ലിഹായ വൽമുഗ്നി വറൗ ദൂരത്തക്കത്തുമി. പിന്നെ പെണ്ണാകുന്ന നടത്തു അതാ, പെണ്ണാകാനും പാടില്ല അടിയതാ ലിഹായ. അതെ, يؤخذ من جاهله كالإمام أنه يشترط أن يكون ممن يصح اقتداؤه. കണ്ടാ ജവാസ് കോനി ഇമ്രാത്തൻ. അങ്ങനെയാണെങ്കിൽ ജവാസ് കോനി ഉമ്മി ആയിക്കോട്ടെ, ജവാസ് കോനി മിമ്മൻ യൽസമുൽ ഖലാഉ ആയിക്കോട്ടെ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടാ വൈൻകാന മൻ ഖൽഫഹു റിജാലൻ. വീക്കിലെല്ലാരും ജമാഅത്തിന് പറഞ്ഞു അങ്ങനെ വന്ന് പ്രശ്നമില്ല. കാരണം നമ്മൾക്ക് ഒരു മുർഷിദ് ഉണ്ട്. നമുക്ക് എത്ര തീരെ അജ്ഞാതമായിട്ടാണ് നിസ്കരിക്കുന്നത്. മധ്യത്തിൽ വെച്ച് ഈ നിന്നയാള് ഒഴിഞ്ഞുപോയി. അപ്പൊ നിസ്കാരം പൊട്ടിപ്പോളയോ? ഇല്ല. അവർക്ക് നമസ്കാരം തുടരാം. എന്തുമാത്രം മതി, അതെ മധ്യത്തിൽ വെച്ച് പൊറുക്കപ്പെടും. തുടങ്ങുമ്പോൾ റാബിത്ത ഇല്ലാണ്ട് ആരാണ് നിങ്ങളുടെ വഴികാട്ടി എന്നറിയാണ്ട് നമുക്ക് തുടങ്ങാൻ പറ്റോ? ഇല്ല. വയ്യ, അയാള് പോണ്ടി വന്നാൽ പ്രശ്നമുണ്ടോ? ഇല്ല. മധ്യത്തിൽ പൊറുക്കുന്നത് ഇബ്തിദായിൽ പൊറുക്കൂല. ഇബ്തിദായിൽ പൊറുക്കാത്തതും ഇവിടെ പൊറുക്കലുണ്ട്. വബിമാ ഖറർതുഹു, ഞാൻ അവതരിപ്പിച്ചതായ ഒന്നുകൊണ്ട്. ഞാൻ എന്താ അവതരിപ്പിച്ചത്? എന്ന കോലത്തിൽ ഞാൻ അർത്ഥം പറഞ്ഞില്ലേ? എങ്ങനെയുള്ള മാഖറർതുഹു അദ്ദാലി അലൈഹി മുഖാബിലതുഹു ബിഖൗലിഹി അൽ ആതി ഔ ജിദാർ. ഔ ജിദാർ എന്നൊറ്റ വാരമത്തിന് വരുന്നുണ്ട്. ഉണ്ട് ഔ ജിദാർ. ഔ ജിദാർ എന്ന് മത്തിലില്ലേ? അടുത്ത പേജില് ഫസ്റ്റ് പേജ് 319. വബിമാ ഖറർതുഹു എന്ന് പറഞ്ഞാൽ 316. 316 ഔ ജിദാർ എന്നില്ല 319. 19 വബിമാ ഖറർതുഹു 316 പറഞ്ഞില്ലേ? ഹാലിന്റെ അർത്ഥം പറഞ്ഞു. അങ്ങനെ അർത്ഥം പറയണമെന്ന് അറിയിക്കുന്നുണ്ട്. മുഖാബിലത്തുഹു ബിഖൗലിഹി ലാത്തി. ആ മുഖാബില എവിടെ? ബിഖൗലിഹി ലാത്തി ഔ ജിദാർ 319. പൊളിഞ്ഞുപോയി. ഏത്തിറാദുഹു ആരുടെ നേരെയുള്ള ഏത്തിറാദ്? മുസന്നിഫിന്റെ നേരെ. അത് ഹാല ബാബു നാഫിദുൻ എന്ന ഖൗലിന്റെ നേരെ. നാഫിദ ലൈസ ബിഹായി. നാഫിദ ആണെങ്കിൽ പിന്നെ ഹാലയാണെങ്കിൽ പിന്നെ ഇങ്ങനെ നാഫിദ എന്ന് പറഞ്ഞിട്ട് തെരപ്പാക്കിയിട്ടുണ്ട്. തുമ്മറയിത്തു ഷാരിയൻ ദക്കറദാലിക്കയില്ല. ഷാരിഹ് ആ രൂപത്തിൽ ഇഷാറത്താക്കിയിട്ടുണ്ട്. ഇവിടെ മാന വെക്കുമ്പോൾ ശ്രദ്ധിക്കണം. മാന ഒത്തുപോകാൻ പ്രയാസം വരും. മഹല്ലി 1 241. ഞാൻ ഈ അർത്ഥത്തിൽ കൂട്ടിക്കുവച്ചത് കൊണ്ട് പിന്നെ ഇനിയൊന്നുമില്ല. അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ പ്രത്യേകം പറയേണ്ടി വരും. ഇനി ഫൈൻ ഹാല മാ ഐ ബിനാഉൻ യംനഉൽ മുറൂറ ലർറുയ. യംനഉൽ മുറൂറ ലർറുയ. എന്തിനെ മാത്രം തടയും? എന്തിനെ തടയൂല? ഏതുപോലെ ശരിയല്ലേ? കാണും. പൂട്ടിയ വാതിൽ മറ്റൊരു ഉദാഹരണം അത് മിസാലാകോ? ആടെയാന്ന് ഫവായിദുൽ മദനിയ പറയുന്നത്. നിങ്ങൾ അർത്ഥം വെച്ച് പെട്ടുകൊണ്ട ഇപ്പം നല്ല കൈകാര്യം ചെയ്യുമ്പോൾ
ഓർമ്മ വേണം, സംഗതി വേണം. ഇതാ ഇവിടെ നമ്മളെ രണ്ട് പ്രശ്നമുണ്ട്. ഫൈനാലമായ കശുബാക്കി വൽ ബാബിൽ മർദൂദി എന്നല്ലേ നിഹായിലും ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ ബുദ്ധിമുട്ട്? സുബാക്കും ബാബുൽ മർദൂദും ഒറ്റ വിധിയാക്കി. രണ്ട് സാധനമാണ്. ഒന്ന് രണ്ടും മിമ്മായംനാവിൽ മുറൂറാണെന്നും ലറുഇയ എന്നതിൽ പെടുത്തിയത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ബാബുൽ മർദൂദ് മാനിയുൽ ലിറുഇയത്തി ഫഖത്ത് ലൽ മുറൂറ അല്ലേ? മുഗനി ഇബാറത്തിട്ടിട്ടുണ്ട്. ശറഉ തംബീഹിലും ശറഉൽ മന്നജിലും പറയുന്നേ ഫൈൻ ഹാല മായംനാവിൽ മുറൂറ ലറുഇയ കശുബാക്കി ഔ യംനഉ റുഇയ ലൽ മുറൂറ കൽ ബാബിൽ മർദൂദി. അങ്ങനെയല്ലേ വേണ്ടി? ത്വയ്ഫാനിയായ എന്താ ഇങ്ങനെ നടന്നത്? ത്വയ്ഫാനിയായ എങ്ങനെ നടന്നത്? അതിന് പരിഹാരം ഹക്കാരൂപത്തിൽ നടന്നത് കുറച്ചപ്പുറത്തുണ്ട്. കശുബാക്കി എന്ന് പറഞ്ഞിട്ട് അപ്പുറം വരുന്ന നോക്ക്, അവിടെ സത്യം തെളിയിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞതിൻ്റെ പൊരുൾ വേറെ ഒന്നാണ്. 320 കശുബാക്കി എന്ന് പറഞ്ഞിട്ടില്ലേ? അവിടെ രണ്ടും രണ്ടായിട്ട് തന്നെ എണ്ണീറ്റില്ലേ? അതെ, അത് രണ്ടും രണ്ടായിട്ട് തന്നെ എണ്ണിയില്ലേ? അങ്ങനെ ഇപ്പൊ സത്യം മനസ്സിലാക്കി തന്നെയല്ലേ, വെച്ചതല്ലോ. അല്ല കൊടുത്തില്ലേ? അല്ല അന്നേരം ഇനി വൈകുണ്ടാക്കും. ഇതേ മോഡലിലാണ് മുഗനിയിലും ശറഉ തംബീഹിലും ശറഉൽ മന്നജിലും രണ്ട് ഉദാഹരണം മുമ്പേ കൊടുത്തു. അങ്ങനെ തന്നെയാണ് ഇബ്നു ഹജർ കരുതിയത്. ഈ എന്നോർ പഠിപ്പിച്ചിട്ടില്ലേ? വെച്ചതല്ല എങ്കിൽ ഈ കൊടുത്തേ നമ്മ എങ്ങനെ മഴ പറയല്? ഉത്തരം പറ. യംനാവുവിന്റെ മിസാലാണ് രണ്ടെണ്ണം. എങ്ങനെയുള്ള യംനാവെന്നുള്ള ആ ബയാനോട് കൂടിയുള്ള ഇതിനല്ല, യംനാവിൻ്റെതാണ്. രണ്ടാലായാലും യംനാവല്ലേ? മുറൂറ് റുയ്യത്ത് എന്നുള്ള ബയാനിലേക്ക് കടക്കാണ്ട് എന്താക്കി ഒന്നിക്കൽ അങ്ങനെ. അല്ലെങ്കിൽ കശുബാക്കി എന്ന് പറഞ്ഞത് അത് മുസന്നിഫിന്റെ മിസാലാണ്. കശുബാക്കി വൽബാബുൽ മർദൂദോ അത് കൂട്ടിച്ചേർത്തതാണ്. അവിടെയും വിധി ഇങ്ങനെ തന്നെയാണ്. മോഡൽ വ്യത്യാസമായാലും വിധിയിൽ കണക്കാണ് താഴെ പറയുന്ന വിധി. അല്ല കശുബാക്കി മത്തനല്ലേ? തംസീലുൽ കലാമിൽ അല്ല, അത് തംസീല് മുസന്നിഫിന് കൊടുത്ത മിസാൽ കശുബാക്കി മത്തിനനുസരിച്ചിട്ട് കൊടുത്താൽ ശുബാക്കി. പക്ഷേ ബാബുൽ മർദൂദും ഇവിടെ മിസാൽ ആവൂലെങ്കിലും വിധി അങ്ങനെയാണ് എന്നാണ് അവർ പഠിപ്പിച്ചത്. അത്ര ഷാർപ്പായിട്ട് അർത്ഥം പറയണം. അൽ ഫവായിദുൽ മദനിയ്യ 175 176 കണ്ടാ? അവിടെ ഉള്ളിലുണ്ട് കുറച്ച് ബയാൻ. ആ ബയാനൊന്ന് നോക്കിയോ. അതുകൊണ്ട് ജലാലുൽ മഹലി 1242 1242 അത് പഠിപ്പിച്ചത് കണ്ടാ? കാരണം അതിന്റെ അപ്പുറം വായിക്കും. അവിടെ 320 അവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? എന്ന് പറഞ്ഞിട്ടുണ്ടല്ല. അപ്പൊ അത് കണക്കായി, ശരിയായില്ലേ? ഇവിടെ എന്താ ഇപ്പം വേണ്ടി? ഇപ്പൊ ഒന്നും പറ്റൂല എന്നാണ്. പുറത്തുനിന്ന് തുടരുന്നു, രണ്ട് ബിൽഡിങ്ങിൽ നിന്ന് തുടരുമ്പോ അല്ലാത്തി 320 കശുബാക്കി
അതെ. ചുബാക്കി എന്ന അത്തിഫുണ്ടല്ലോ, ചുബാക്കു എന്താ ഉള്ള 120 ചുബാക്കു എന്നത് ഇതിന് തെളിവാണ്. തുടരാൻ പറ്റൂല. രണ്ട് വജി കൊണ്ട് പറ്റൂല എന്നാ മൊത്തത്. പറ്റൂല എന്നെന്താണ് പഠിപ്പിക്കണ്ടെന്നാണ്. ആടുന്ന് കിട്ടീന് ചുബാക്കിന്റെ വിധി തന്നെയല്ലേ മർദൂദിന്. അതുകൊണ്ട് ഇവിടെ പ്രത്യേകം പറയാൻ നിൽക്കുന്നില്ല. അസ്നവി ബഹ്സ് ചെയ്തു അന്ന ഹാദ മുത്തലാൻ ഉണ്ട് എന്ന് പറഞ്ഞത് എവിടെയാന്ന് പോലും. മുത്തലാൻ ഉണ്ട് എന്ന് പറഞ്ഞത് പള്ളിയുടെ ചുമതലയാൽ ഒഴിയാണ്. പള്ളിക്ക് പ്രത്യേകം കീഴില്ലേ. കൽ മദാരിസി അല്ലത്തി ബിജുദിൽ മസാജിദി തലാസ സ്വഹദ് സലാത്തുൽ വാഖിഫി ഫീഹാ. പള്ളിയിലായ ജിദാറാണെങ്കിൽ മൂന്ന് പള്ളിയിലെല്ലാം കാണുന്നില്ലേ. ഒരു മുടക്കവും ഇല്ലല്ലോ. എന്താ മുടക്കമുള്ളത്? അങ്ങനെ പത്തിലാകല് മസ്ജിദ് മക്ക, മസ്ജിദുൽ മദീന, മസ്ജിദുൽ മുഖദ്ദസ് ഉണ്ടല്ലോ, ബൈത്തുൽ മുഖദ്ദസ്, അവിടെയെല്ലാം തട്ടില്ലേ. അവിടെ നിന്ന് തുടർന്നാൽ എന്താകല്? ജുദറിൽ നിന്ന് തുറന്നൂടെ? എന്നെ ജിദാറൽ മസ്ജിദി മിൻഹു. പള്ളിയുടെ ചുമന് പള്ളിന്റെ വിധിയല്ലേ. പള്ളിയിൽ ഇങ്ങനത്തെ എന്തെങ്കിലും നിയമമുണ്ടാ? എന്നെല്ലാം പറഞ്ഞത് റദ്ദഹു ജമ്മൻ. ഒരു ജമ്മ എന്താക്കിയിട്ടുണ്ട്, സഹത്ത് സലാത്തുൽ വാഖിഫി ഫിയാണ്ട. അതൊന്ന് ശരിയാക്കിയേ, ചെറുവാനി ശരിയാക്കി. സഹത്ത് സലാത്തുൽ വാഖിഫി ഫിഹാ. വഖത്തി എന്നല്ല, വാഖിഫി. വാഖിഫി ശരിയായില്ലേ? ഇതായില്ലേ? എന്നെ ജിദാറൽ മസ്ജിദി മിൻഹു വല്ലഹൈലൂലത്തു ഫീഹി ലാ തദുറു. അങ്ങനെ പറഞ്ഞത്. അല്ലാതെ പള്ളിയിലായാലും ഇതെന്നെ സൂക്ഷിക്കണമെന്നാണ്. റദ്ദഹു ജമ്മുൻ. ആ റദ്ദല്ലേ പോയിട്ട് മതി. സയ്യിദ് സുംഹൂദി പ്രത്യേകം കിതാബിനുണ്ടാക്കി എന്നാ പറയും. മുറൽ മുസ്ലിം നീട്ടി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയുന്നേ, നിങ്ങൾ വേണമെങ്കിൽ ഇത് തഖ്ലീദ് ചെയ്തുകൊണ്ട് എന്താക്കിക്കോ, നമസ്കരിച്ചോ, മസ്ജിദുൽ ഹറാമിലോ മസ്ജിദുൽ മദീന നബവിയിലോ മസ്ജിദുൽ ബൈത്തുൽ മുഖദ്ദസിലോ പെട്ടിട്ടുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് ഇങ്ങനെ പിടിച്ചോ. അസ്നവി പറഞ്ഞ ഈ ചർച്ച മൊയ്ത്തവതാന്ന് മുണ്ടിപ്പോണ്ട. എന്തേ വൈൻ്റെ സലഹു ആഖറൂൻ, അവരുടെ ഭാഗത്ത് ഒരു കൂട്ടർ കൂടിയിട്ടുണ്ടെങ്കിലും റദ്ദ് ചെയ്തു. എന്താ റദ്ദ്? പള്ളിയിൽ ബിനാവ് മാറിയാൽ എന്താ ഷർത്ത്? തനാഫുദ് അബ്വാബിഹാന്നില്ലേ? തനാഫുദ് അബ്വാബിഹാൻ കൊണ്ട് പഠിപ്പിച്ചില്ലേ? അലാമാ മർറ 313 പറഞ്ഞിട്ടില്ലേ? പിന്നെന്തേ പള്ളിയിലാണെങ്കിലും ഷർത്ത് ഉണ്ടല്ലോ. ഫഖായത്ത് ജിദാറിൽ മസ്ജിദി ഏറി പറഞ്ഞാൽ യകൂന കബിനായും ഫീഹിയാവും. അതുകൊണ്ട് ഫസ്സവാബു അന്നഹു ലാ ബുദ്ദ മിൻ വുജൂദി ബാബിൻ. ഒന്നിക്കൽ വാതിൽ വേണം, ഔ ഖൗഖ വിള്ളൽ വേണം. വാതിലല്ലെങ്കിലും പൊട്ട്. ഫിഹി യസ്തത്രിഖു മിന്നു ഇലൈഹി. ആ നിൽക്കുന്ന ജിദാറിൽ പൊട്ട് വേണം. അതിലേക്കൂടെ മര്യാദയ്ക്ക് കടന്നു പോകാൻ കഴിയണം. അല്ലേ? എന്താ എന്തില്ലാണ്ട് ഇതില്ലേ? ഇനി അവിടെ ഒന്ന് കമാമറാന്ന് കൊടുത്തു, അലാമറാന്നാണ്. അലാമറ ചെറുവാനി ഒന്ന് ശരിയാക്കി. അലാമറക്ക് എന്താ കൊടുത്തു? ചെറുവാനി 318. തനാഫുദ് അബ്വാബിഹ അലാമറയില്ലേ 310. കമാമറ എങ്ങനെ അലാമറയാണ്? അല്ല, ഇപ്പം വായിച്ച കമാമറ തന്നെ. കമാമറ 316 പറഞ്ഞിട്ടുണ്ടല്ലോ. ഇസ്മിറാർ ഒന്നും കൊണ്ടാണ്. പിന്നെ അതെ, പള്ളി അല്ലാത്തതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ അന്നൽ മദാറൽ ഇസ്തിദ്റാഖിൽ ആദിയി ഔ ഹാല ജിദാറുൻ. എന്താണ്? ചുമര് മറയിട്ട്. വമിൻഹു ഈ ഖിസ്മിൽപ്പെട്ടതാകുന്നു അയ്യഖിഫ ഫീ സുഫത്തിൻ ശർഖിയ്യത്തിൻ ഔ ഗർബിയ്യ മിൻ മദ്രസ. കിഴക്കോ പടിഞ്ഞാറോ ശർഖിയിലോ ഗർബിയിലോ നിന്ന്
അതായത് ഇമാമിന്റെ വലത്തോടത്തോ, നമ്മളെ ചർക്കിയോ ഗർഭിയോ അല്ല പറയുന്നത്, ഇമാമിന്റെ വലത്തോടത്തോ ബിൽഡിങ്ങിൽ നിന്ന് തുടരുമ്പോ മദർസയാണ് സാധനം. ഇമാമിനെ കാണും ചെയ്യില്ല, ആരും കാണൂല. പറ്റോ ഇല്ല. അല്ലെങ്കിൽ എന്ത് പറയട്ടു, മുഖലക്കായ ബാബ് ഇബ്തിദായില് ബയ്യല്ല, ബയ്യ വന്നു പോയ സാരിയില്ലല്ലോ. മതലത്തിൽ കുതുവത്തു എന്താകും, മതലത്തിൽ കുതുവത്തു. കുതുവത്ത് മതലത്ത് എന്ന് പറഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് പോയി തുടങ്ങിയിട്ടില്ലല്ലോ. ഇല്ല എന്ന് പറഞ്ഞാല് ഇടയിൽ വെച്ചാണ് മറ വീണ് പോയതെങ്കിലോ ഇമാമി അറിയുന്നുണ്ട്, ഇങ്ങനെ മറ ഇട്ടത് വലം വെക്കും പ്രവർത്തനം കൊണ്ടല്ല, എനിക്കൊന്നും കയ്യും ചെയ്യില്ല, പ്രശ്നമില്ല. لأن حكم الدوام يقوى مع عدم نسبته لتقصير وعدم بيشيلല്ല بعدم إحكام فطيه أولا അവനെന്താക്കിയില്ല, തുറന്നു നോക്കല് പൂക്ക് കൂട്ടിയിട്ടില്ല എന്നുള്ള ഒരു വീഴ്ച എനിക്ക് വരുന്നുണ്ടാ? ഇല്ല. ഇത് തക്ലീഫുഹു ബിദാലിക, ഇഹ്കാമാക്കണം തുടക്കത്തിൽ തന്നെ, ഇടയിൽ നിന്ന് അടഞ്ഞു പോകരുത് എന്ന് നിർബന്ധിക്കൽ. മശഖത്തിഹി വഅദമി ദലീലിൻ യുസരിയു ബിഹി, അത് വഈദുൻ, അങ്ങനെ കൽപ്പിക്കാനും നിർദ്ദേശിക്കാനും നമുക്ക് അനുവാദം ഉണ്ടാ? ഇല്ല. ഉണ്ട്, പ്രശ്നമില്ല. അവൻ്റെ അകത്ത് തക്സീറൊന്നുമില്ല. ഖുൽതു അത്തരീഖു സാനി യസഹു, നേരത്തെ രണ്ട് തരീഖ് ഉണ്ട് എന്നെല്ലാം പറഞ്ഞില്ലേ? തരീഖാനി പണ്ട് തുടങ്ങി വെച്ചിട്ടില്ലേ, വലത്തോ അടുത്തോ ആണെങ്കിൽ അങ്ങനെ, ബേക്കിലാന്നെങ്കിൽ അങ്ങനെയെന്ന് പറഞ്ഞിട്ട് തലക്കിലേക്ക് പോയി എന്നേരോ 316 അതെ അല്ലേ? അവിടത്തേക്കാന്നേ ബെൽത്തോ എടുത്തോ ആണെങ്കിൽ ഒരു വിധി പറയൂ, പിറകിലാണെങ്കിൽ ഒരു വിധി പറയൂ. സ്ട്രോങ് വിധി പറഞ്ഞു. അപ്പൊ വിധി പറഞ്ഞത് നല്ല കടുപ്പം കുട്ടിപ്പോയില്ല. അവിടെ ഏതാ സത്യം? എന്ത് എല്ലാ ഭാഗത്തും 300 മുളത്തിലേക്കാണ്. പിന്നെ പറഞ്ഞ ഹായിലില്ലാതിരുന്നത് കൊറേ മുന്നിലേക്കാണ് അവിടെ പറഞ്ഞു, മനസ്സിലായില്ലേ? തരീഖാനി എന്ന് പറഞ്ഞിട്ട് റാഫി ഇമാമിന്റെ കണക്കിന് വളരെ കഷ്ടം തോന്നിയ ഒരു സ്ഥലമുണ്ടല്ലോ, ബേക്കിലാണെന്നൊന്നും വേണ്ട, 3 കുളത്തിന്റെ ഉള്ളിലാകണം. അതെല്ലാം വളരെ ബുദ്ധിമുട്ടല്ലേ? അങ്ങനത്തെ ഒന്നും എവിടെയും വേണ്ട, പറമ്പിലുള്ള വിധി തന്നെയാണ് ബിനായിൽ. 300 മുഴ എന്നൽ മുശാഹദത അനുഭവം ഖാദിയത്തുൻ എന്നൽ ഉർഫ യുവാഫിഖുഹ, അനുഭവം ഖാദിയത്തുൻ വിധിക്കുന്നു. ഇമാമും മഅ്മൂമും ഒരേ മൈതാനത്താണ് എന്ന് വിധിക്കുന്നുണ്ട്. ഇങ്ങനെ ആയാലും മദ്യാവുലായിക്ക അവരുടെ വാദം മുവാഫഖത മാ ഖാലൂഹു ലിൽ ഉർഫി, അവർ പറഞ്ഞതാണ് ഓരോ ഉർഫിനും യോജിച്ചത്. ബെൽത്തോ എടുത്തോ ആണെങ്കിൽ അതാണ് ഉറുഫ്, ബേക്കിലാണെങ്കിൽ വേറെ ഉറുഫ് എന്നെല്ലാം പറഞ്ഞത് അവരുടെ ഉറുഫിനോട് യോജിച്ചിട്ടുണ്ടാവും. അവരുടെ ഉറുഫിലേക്ക് നോട്ടമില്ല. ഇതാ അതുകൊണ്ട് ഈ ഓട്ടക്ക് നേരെ നിന്നില്ലേ ഇമാമി ലിലിത്തിസാലി അലൽ ഊല ഔ മുത്ലഖൻ അല താനിയ എന്താണ് വൈദാ സഹ ഇഖ്തിദാഉഹു ഫീ ബിനായി, അങ്ങനെ തുടരൽ ജായിസാക്കി. റാഫി ഇമാമിന്റെ കോല് പിടിച്ചിട്ടോ മറ്റൊരു കോല് പിടിച്ചിട്ടോ, റാഫി ഇമാമിന്റെ കണക്കിന് ഇത്തിസാലി വേണോ, മറ്റിടത്ത് മുത്തലക്കനാണ്. അങ്ങനെ ആടെ നിൽക്കുന്ന ആൾക്ക് എന്തായി തുടരാൻ പറ്റിയാൽ സഹായിക്തിതാവുന്ന കൽപ്പം. ബേക്കിലുള്ള ആള് ജമ്പിലുള്ള ആള് ഒന്നും അറിയുന്നുണ്ടാ? ഇവനല്ലേ നമ്മൾക്ക് മാർഗദർശി. ഇവനുള്ള കാലത്തോളം എന്ത് വേണ്ട?
സാബിത്ത് ഉണ്ടായ ഒന്നും വേണ്ട, ഇമാമായിട്ട് ബന്ധമൊന്നും വേണ്ട. വേണ്ട. ഇവനെങ്ങാനും ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഇന്ത്യക്കാലത്തിൽ ഇമാം വേണം. ഇവനുള്ള കാലത്തോളം നമുക്കൊന്നും വേണം. കാരണം നമ്മ ഇമാമിനെ കണ്ടിട്ട് വന്നതല്ലല്ലോ, നമ്മളെ മൂപ്പൻ ഇവനല്ലേ. ഒമറ പണ്ട് പറഞ്ഞത് മറക്കണ്ട. എന്താ പറഞ്ഞ ഒമറ 316 അന്നഹു ലിമൻ ഖൽഫഹു കൽഇമാമി ഫി തഖദ്ദുമി അലൈഹി മൗഖിഫൻ വഇഹ്റാമൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവൻ ഒറിജിനൽ ഇമാമല്ല, ഇവൻ ആരെപ്പോലെയാണ് പറഞ്ഞ തഖദ്ദുമും ഇഹ്റാമിന്റെ വിഷയത്തിൽ മാത്രം ഇവന്റെ നമസ്കാരം പാളീസായി ഇവൻ പായേണ്ടി വന്നു. പ്രസിഡന്റാ പണ്ട് ഞാൻ പറഞ്ഞ പോലെ 318 അവിടെ ഒന്ന് നോക്ക്. ഇതെന്താ രണ്ടോ വരിയാക്കിയത്? എല്ലായിടത്തേക്കും മറ വാദിപ്പിച്ചൂടെ? ഇങ്ങനെ 2 മറയാക്കി. മറ അന്നഹു ലിമൻ ഖൽഫഹു, ആ മറ കണ്ട മറ അന്നഹു ലിമൻ ഖൽഫഹു കൽഇമാമീൻ. എത്രയാണ്? 319 അല്ലേ ഇപ്പൊ പറഞ്ഞത്? അതെ, ഇപ്പൊ പറഞ്ഞേ അതേ മറ തന്നെയല്ലേ ലായുറുലാൻ സലാത്തിഹി ഫിൽ അസ്നായി എന്ന് പറഞ്ഞത് അല്ലേ? അത് രണ്ടും കൂടെ ഒരു കൂടൻ്റെ ഉള്ളിൽ വ്യക്തമായിരുന്നല്ലോ. എന്നൊരു സങ്കടം, വേറൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. 2 അതൊന്ന് വായിച്ചാ വിടുക മതിയത്. അവിടെ ഉള്ളിൽ വായിക്കും വേയോ. അതേന്ന് ചെറുമാൻ അതും കൂടി എന്തിൽ പെടുത്തണം? അതേന്ന് അതും കൂടി അതിൽ വന്നിട്ടുണ്ടല്ലോ. ഇവിടെ കൊടുത്തു കളഞ്ഞു. അപ്പം പിന്നെ അതിൽ പെടുത്താണ്ടിക്കലാ നല്ലത്. ഒരു കൂടന്റെ ഉള്ളിലല്ല ആക്കിയത്, 2 ആക്കിയിട്ടാണ്. ബസരി ചോദിക്കുന്നേ അത് മാറ്റി മറിക്കി ഒഴിവാക്കി എത്തിപ്പെട്ടിട്ട് എല്ലാം മറക്കേത്താക്കി കൂടെ. ഒരു പുതിയ അവതരണം പോലെ. 2 ഒരേ മേഖലയല്ലേ.